ക്രിസ്മസിന് ആദ്യമായി ട്രീ ഒരുക്കിയ പാരമ്പര്യം മാർട്ടിൻ ലൂതറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു ക്രിസ്മസ് രാവിൽ അദ്ദേഹം തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ മഞ്ഞു മൂടി കിടക്കുന്ന വഴിയിൽ ഏതാനും വൃക്ഷങ്ങൾ മാത്രം ഇലപൊഴിയാതെ നിൽക്കുന്നതും അവയിൽ പതിഞ്ഞു കിടക്കുന്ന മഞ്ഞുകണങ്ങൾ നിലാവിൽ തിളങ്ങുന്നതുമുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഒരു ചെറിയ മരം തൻ്റെ വീട്ടുപടിക്കൽ സ്ഥാപിക്കുകയും ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു. കൊടിയ മഞ്ഞിലും ഇലകൾ പൊഴിയാതെ പ്രതീക്ഷയുടെ പ്രതീകമായി നിൽക്കുന്ന വൃക്ഷത്തെ യേശുവുമായി ബന്ധപ്പെടുത്തിയ അദ്ദേഹം എല്ലാവർക്കുമായി അതിൻ്റെ അർത്ഥം പങ്കുവച്ചു. മരം നിത്യജീവനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണെങ്കിൽ ദീപം ക്രിസ്തു ലോകത്തിന്റെ വിളക്കാണ് എന്ന് പ്രഘോഷിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. മരണത്തിൽ നിന്ന് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതീകമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീയിൽ ദീപങ്ങൾ സാധാരണയായി തൂക്കാറുണ്ട്. ഇത് ലോകത്തിന്റെ പ്രകാശമാണ് ക്രിസ്തു എന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ക്രിസ്മസ് ട്രീയുടെ മുകളിൽ തൂക്കുന്ന നക്ഷത്രം യേശുവിന്റെ ജനന സമയത്തുണ്ടായ നക്ഷത്രത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്മസ് ട്രീയിൽ സമ്മാനപ്പൊതികൾ തൂക്കിയിടാറുണ്ട്. ഈ സമ്മാനപ്പൊതികൾ ഈശോയെ മാനവകുലത്തിന് ദൈവം നൽകിയ സമ്മാനമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്മസ് ട്രീകൾ ഒരുക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളെയും നമുക്ക് ഒരുക്കാം ക്രിസ്തുവിന്റെ ജനനത്തിനായി.